വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളുവരുടെ പ്രതിമയിരിക്കുന്ന സ്ഥാനത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഈ രണ്ട് പാറകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കണ്ണാടിപ്പാലം. പണി പൂർത്തിയായില്ല, പണി നടക്കുന്നേ ഉള്ളൂ. എങ്കിലും പാലം ഈ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ടുള്ള നടപ്പാതയും മോൾ വശവും എല്ലാം ഏകദേശം പണി പൂർത്തിയായി. കണ്ണാടിപ്പാലത്തിന് ഏകദേശം ഒരു മധ്യഭാഗം, ഏകദേശം ഒരു 100 അടി നീളം അത്രേ വരുള്ളൂ. 5 അടി വീതിയും വരും ഏകദേശം. ഇതിലൂടെ സഞ്ചരിക്കും. നടുക്ക് മാത്രം, പാലത്തിൻ്റെ നടുക്ക് ഭാഗത്ത് അപ്പുറവും ഇപ്പുറവും കണ്ണാടിയില്ല. നടുക്ക് മാത്രം ഇത്രയും വീതിയിലും ഇത്രയും നീളത്തിലും ആണ് പാലമുള്ളത്. പാലത്തിൽ കയറാൻ അല്പം ഒരു മനസ്സൊന്ന് പതറുന്ന പോലെ തോന്നും. എനിക്കായതുകൊണ്ടാണോ അറിയില്ല, നടന്ന് വന്ന് പെട്ടെന്ന് കണ്ണാടിയിൽ കാല് വയ്ക്കുമ്പം ഒരു ഉൾഭയം ഉണ്ടാകാതിരുന്നില്ല. എങ്കിലും അതുവഴി പതുക്കെ സാവകാശം നടന്ന് അടിയിൽ കൂടി തിരമാലകൾ അങ്ങനെ പോകുന്നുണ്ട്. തിരമാല പാറയിൽ വന്നിടിച്ചു വെള്ളം ചിതറി, വെൺമുത്തുകൾ വാരി വിതറണത് പോലെ ചിതറി മുകളിലോട്ട് വരുന്നതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, വളരെ ഭംഗിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കണ്ണാടി പാലത്തിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യങ്ങൾ പകർത്താൻ പ്രയാസമായിരുന്നു. എങ്കിലും ഈ കണ്ണാടിപ്പാലത്തിലൂടെ തിരുവള്ളുവരുടെ പ്രതിമയിരിക്കുന്ന സ്ഥാനത്തേക്കെത്തി. അവിടെ നിന്നും ഈ പ്രതിമയിരിക്കുന്ന ആ പാറയ്ക്കകത്തൂടെ, തിരുവള്ളുവരുടെ പ്രതിമയ്ക്കകത്തൂടെ കയറി മുകളിലെത്താനായിട്ടുള്ള മാർഗമുണ്ട്. 4 ഘട്ടമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. 1-ാം നില, 2-ാം നില, 3-ാം നില, 4-ാം നില, ഇങ്ങനെ ഓരോ നിലയിൽ പോകുമ്പോഴും ഓരോ കാഴ്ചകൾ കാണാം. തിരുവള്ളുവരുടെ കൃതികളുടെ പ്രത്യേകതകളെയും അതിലെ സുന്ദരമായ വരികളെയും ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ 4 നിലയിലും ഏറ്റവും മുകളിൽ ചെന്നാലും പ്രകൃതി, ഭൂമിദേവിയെ ആകാശത്തു നിന്ന്, അല്ലെങ്കിൽ ശൂന്യാകാശത്തു നിന്ന് നോക്കുന്ന ഒരു ചെറിയ പ്രതീതിയുണ്ട്. നല്ല രസമുണ്ട്. അതിഭയങ്കരമായ കാറ്റാണ്. കാറ്റിൻ്റെ ആ ശക്തിയും അതിൻ്റെ ശബ്ദവും നമുക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ അനുഭവപ്പെടും. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്.